മൈൻഡ് സെറ്റ്, 7 ഡേയ്സിന്റെ പ്രോഗ്രാം, ഹാബിറ്റ്, 21 ഡേയ്സിന്റെ നമ്മൾ ഹീലിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്നത്. ഒരിക്കൽ ഒരു കുഞ്ഞുകുട്ടി തന്റെ ഗുരുവിനോട് ചോദിച്ചു, എന്തിനാണ് ഈ ചെറുപ്പത്തിലെ എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നത്? വലുതാവുമ്പോ ഞാൻ നല്ല കുട്ടിയാവില്ലേ? അപ്പൊ ഈ ശീലങ്ങളൊക്കെ എന്റെ മാറില്ലേ എന്ന് ചോദിച്ചു. ഗുരു ഒന്നും പറഞ്ഞില്ല. പിന്നീട് ഒരിക്കൽ അവൻ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവിടെ നോക്കൂ, കുറെ പേരകളും പേരത്തൈകളും ഉണ്ട്. അതിൽ ഏറ്റവും ചെറിയ തൈ എനിക്ക് നീ പറിച്ചുകൊണ്ട് വരാന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും ചെറിയൊരു പേരത്തൈ പറിച്ചുകൊണ്ട് വന്നു. ഗുരു പറഞ്ഞു, ഇത്രയും ചെറുത് പോരാ, കുറച്ചുകൂടി വലുത് വേണമെന്ന് പറഞ്ഞു. അവൻ വീണ്ടും പോയി അതിൽ കുറച്ചുകൂടി വലിയ ഒരു തൈ പറിച്ചുകൊണ്ട് വന്നു. അപ്പോഴും അവനത് നിഷ്പ്രയാസം ചെയ്യാൻ സാധിച്ചു. അത് കൊണ്ടുവന്ന ശേഷം ഗുരു അവനോട് പറഞ്ഞു, എനിക്ക് കുറച്ചുകൂടി വലിയ ഒരു പേരത്തൈയാണ് വേണ്ടതെന്ന് പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്നതിൽ കുറച്ച് വലിയ തൈ തന്നെ അവൻ വീണ്ടും പറിച്ചുകൊണ്ട് വന്നു. അപ്പൊ ഗുരു പറഞ്ഞു, ഇതല്ല എനിക്ക് വേണ്ടത്, ആ പേരമരം തന്നെയാണ് നീ പറിച്ചുകൊണ്ട് വരേണ്ടത് എന്ന് പറഞ്ഞു. അവൻ പോയി ശ്രമിച്ചെങ്കിലും അവനത് സാധിച്ചില്ല. പിന്നീട് കൂട്ടുകാരെയും കൂട്ടി വലിയൊരു ശ്രമം തന്നെ നടത്തേണ്ടി വന്നു ആ പേരമരം പറിക്കാൻ. ആ ഗുരു ഉദ്ദേശിച്ചത് ഇത്ര മാത്രമാണ്: നമ്മളിലെ ചെറിയ ശീലങ്ങൾ ചെറുപ്പത്തിലെ പിഴുതെടുക്കാൻ വളരെ എളുപ്പമാണ്. അതേസമയം നമ്മളിൽ വളർന്നു വലുതായ ഒരു ശീലം മാറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിന് നല്ല മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്കത് തുടർന്നുകൊണ്ട് പോകാൻ സാധിക്കുകയുള്ളൂ. മാമിന് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. നമ്മളെല്ലാവരും ഒരുപാട് കാര്യങ്ങൾ തുടങ്ങി വെക്കും അല്ലെ? പുതിയ സ്കിൽസ് പഠിക്കുന്നവരുണ്ട്. അതുപോലെ ഇന്ന് മുതൽ ഞാൻ ഇങ്ങനെ ചെയ്യും, അപ്പൊ പ്രെയറിന്റെ കാര്യത്തിലാണെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ മുന്നോട്ടേക്ക് പോകും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുടങ്ങും. പക്ഷെ അതൊരു 2-3 ദിവസം ആ ഒരു സ്പിരിറ്റ് നമ്മളിൽ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് അത് താനെ കുറഞ്ഞു പോകും. അതിന്റെ ഏറ്റവും വലിയ കാര്യം നമ്മുടെ മോട്ടിവേഷൻ കുറവ് കൊണ്ട് മാത്രമല്ല വരുന്നത്. മോട്ടിവേഷൻ വേണ്ടുവോളം നമുക്ക് ഉണ്ടാവും. പക്ഷെ ഈ മോട്ടിവേഷൻ മാത്രം ആകുമ്പോൾ നമുക്ക് വരുന്ന വലിയൊരു പ്രോബ്ലം ആണ് ഈ കൺസിസ്റ്റൻസി ഇല്ലാതായി പോവാന്നുള്ളത്. മൈൻഡ് സെറ്റ് അത് ബ്ലോക്ക് ആവുന്നിടത്താണ് നമുക്ക് ഏറ്റവും വലിയ പ്രോബ്ലം ആയിട്ട് വരുന്നത്. നമ്മളെ കൺസിസ്റ്റൻസി ബ്രേക്ക് ആവുന്നത് മൈൻഡ് സെറ്റ് ബ്ലോക്ക് ആവുന്നിടത്താണ്. ഈ ബ്ലോക്കുകളൊക്കെ നീക്കം ചെയ്ത് നമുക്ക് നമ്മുടെ കൺസിസ്റ്റൻസി മേക്ക് ഓവർ ചെയ്ത് അത് ബ്രേക്ക് ആവാതെ മുന്നോട്ടേക്ക് പോകാൻ പറ്റും. നമുക്കൊരു ഹാബിറ്റ് നമ്മളിലേക്ക് ഉണ്ടാവണമെങ്കിൽ, അതായത് നമ്മളിലേക്ക് ഒരു പുതിയ ഹാബിറ്റ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ഡേയ്സ് വേണം നമുക്ക്. ലൈക്ക് ഇപ്പൊ നമുക്ക് ഈ ഇങ്ങനത്തെ മൈൻഡ് സെറ്റ് ബ്ലോക്ക് ആവുന്നതിനും ഇങ്ങനെ ഒരുപാട് ഈ പ്രൊക്കാസ്റ്റിനേഷൻ അല്ലെങ്കിൽ കൺസിസ്റ്റൻസി ഇല്ലായ്മ ഇതിനെയൊക്കെ മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹീലിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ പുതിയൊരു ഓൺലൈൻ കോഴ്സ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. കോഴ്സ് എന്ന് പറഞ്ഞൂടാ, ഇറ്റ്സ് ജസ്റ്റ് എ പ്രോഗ്രാം, ഒരു കൺസിസ്റ്റൻസി ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം ആണ്. അത് 7 ഡേയ്സിൽ വരുന്നുണ്ട്, 21 ഡേയ്സിലും വരുന്നുണ്ട്. ഇതൊക്കെ നമ്മളിൽ ഒരു പുതിയ ഹാബിറ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കൂടെ വേണ്ടിയിട്ടാണ്. മാം പറഞ്ഞു മോട്ടിവേഷൻ മാത്രം പോരാ, ഒരു കൺസിസ്റ്റൻസി കൂടി വേണമെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ പ്രോഗ്രാമിൽ ഈ 7 ഡേയ്സിന്റെ പ്രോഗ്രാമും 21 ഡേയ്സിന്റെ പ്രോഗ്രാമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 21 ഡേയ്സിന്റെ ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് അത് ഒരു അഡ്വാൻസ്ഡ് ലെവലാണ്. 7 ഡേയ്സിന്റെ അഡ്വാൻസ്ഡ് ലെവലാണ് 21 ഡേയ്സിന്റെ ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിപ്പോ നമുക്ക് ഡയറക്ട്ലി ഈ ഒരു 21 ഡേയ്സിന്റെ പ്രോഗ്രാം നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഇനി അതല്ല, അതിനൊന്നും എനിക്ക് നേരമില്ല എന്ന് പറയുന്നതാണെങ്കിൽ നമുക്ക് 7 ഡേയ്സിന്റെ കൺസിസ്റ്റൻസി ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമും അറ്റൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് അഡ്വാൻസ്ഡ് ലെവലിലേക്ക് പോകില്ല എന്ന് മാത്രം. ആഫ്റ്റർ 7 ഡേയ്സ് നമ്മൾ നെക്സ്റ്റ് 21 ഡേയ്സ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടി വരിക. പക്ഷെ രണ്ടാണെങ്കിലും ഭയങ്കരമായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കാണാൻ സാധിക്കും. സ്ഥിരമായിട്ടുള്ള ഒരു മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഡെയിലി 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം. അങ്ങനെ ആഗ്രഹത്തോടു കൂടി നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ഞാനും എന്റെ ടീമും ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നിങ്ങളും ഇതുപോലൊരു വിസിബിൾ ട്രാൻസ്ഫോർമേഷൻ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും ഈ കോഴ്സിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. മോർ ഡീറ്റെയിൽസിനായിട്ട് ഇപ്പോൾ തന്നെ കണക്ട് ചെയ്യാം.